Hey everyone, welcome to an episode of What I Wore for My Friend's Wedding. അപ്പോൾ ഈ അടുത്ത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ കല്യാണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു 3 ഡ്രസ്സാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇത് മൂന്ന് ഡിഫറെൻറ്റ് ഒക്കേഷൻസിൽ ഇടാൻ പറ്റുന്ന പോലത്തെ ഡ്രസ്സാണ്. ഫസ്റ്റ് വൺ ഇസ് എ ഹൽദി ലുക്ക്, പിന്നെ ഒരു സംഗീത് അല്ലെങ്കിൽ ഒരു റിസപ്ഷൻ ലുക്ക് ആൻഡ് ദെൻ വെഡ്ഡിങ് ലുക്ക്. അങ്ങനെ 3 ഡിഫറെൻറ്റ് ലുക്സ് ആയിരിക്കും ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഹൽദി ഫംഗ്ഷൻ ഒബ്വിയസ്ലി കളർ തീം എന്തായിരിക്കും? യെല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ടിരുന്നത് ഈ ഒരു യെല്ലോ ഗൗണാണ്. ഇതൊരു 2 പീസ് സെറ്റാണ്, നിങ്ങൾക്ക് കണ്ടാലറിയാം. ഇത് ജാക്കറ്റാണ്. ജാക്കറ്റിൻ്റെ നെക്ക് ലൈനിൽ വർക്ക് വരുന്നുണ്ട്. ഇത് ഫുൾ ഹാൻഡ് വർക്കാണ്, ആൻറ്റിക് ഗോൾഡ് കളറിൽ വരുന്ന ഹാൻഡ് വർക്കാണ് ഇതിൽ. അതേപോലെ തന്നെ ഇതാണ് ഗൗൺ വരുന്നത്. ഇതൊരു ഫുൾ ഡ്രസ്സാണ്. അപ്പം ഇതിട്ടിട്ട് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ജാക്കറ്റ് ഇടുന്നത്. ഈ യെല്ലോ ഡ്രസ്സിൻ്റെയും നെക്ക് ലൈനിൽ ഹാൻഡ് വർക്ക് വരുന്നുണ്ട്, ഉള്ളിലിടുന്ന യെല്ലോ ഡ്രസ്സിൻ്റെയും. പിന്നെ താഴത്തേക്ക് ഇത് ഡബിൾ ഷെയ്ഡാണ് വരുന്നത്. ഇറ്റ്സ് എ മിക്സ് ഓഫ് ഡാർക്ക് യെല്ലോ ആൻഡ് ലൈറ്റ് യെല്ലോ. മുഴുവനും ഇതൊരു പെർഫെക്റ്റ് ഹൽദി ഔട്ട്ഫിറ്റാണ്. ജാക്കറ്റിൻ്റെ മേലെ ഒരു ലൂപ്പ് ഉണ്ട്, ഒരു ഓപ്പണിംഗ് വിത്ത് എ ബട്ടൺ. പിന്നെ താഴെയും ഒരു ഹുക്ക് ഓപ്പണിംഗ് കൂടെ വരുന്നുണ്ട്. പിന്നെ ഈ ഉള്ളിലിട്ടിരിക്കുന്ന ആ യെല്ലോ ഡ്രസ്സിൻ്റെ ആ ഡബിൾ ഷെയ്ഡ് താഴത്തേക്ക് അറിയാനായിട്ട് ഫ്രണ്ടിലായിട്ട് ഈ ജാക്കറ്റിൻ്റെ മുമ്പിലൊരു ഫ്രണ്ട് സ്ലിറ്റാണ് വരുന്നത് സെൻറ്ററിലായിട്ട്. ഈ ഡ്രസ്സ് തയ്യൽപുരയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇത് 2 ഡിഫറെൻറ്റ് പീസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ജാക്കറ്റ് ഇടാം, അല്ലെങ്കിൽ ജാക്കറ്റ് ഇല്ലാണ്ടും ഈ ഒരു ഔട്ട്ഫിറ്റ് സ്റ്റൈൽ ചെയ്യാം. സോ ഈ ഫംഗ്ഷന് ഞാൻ ജാക്കറ്റും കൂടെ വെച്ചിട്ടാണ് ഇതിനെ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. നെക്കിലൊക്കെ ഹാൻഡ് വർക്കും പിന്നെ നെക്ക് ലൈൻ കയറിയതും ആയതുകൊണ്ട് ജ്വല്ലറി ഒക്കെ ഭയങ്കര മിനിമലായിട്ടാണ് ഞാൻ കീപ്പ് ചെയ്തത്. ഞാനൊരു പ്ലെയിൻ പോൾക്കി സ്റ്റഡാണ് ഇട്ടിട്ടുള്ളത് ഇതിൻ്റെ കൂടെ, വിച്ച് ഇസ് ഫ്രം പ്യോർ എല്യോർ. പിന്നെ ഫുട് വെയറിലേക്ക് വരികയാണെങ്കിൽ ഞാനൊരു ഷാമ്പെയിൻ ഗോൾഡ് ഒരു ഹീൽസാണ് ഇതിൻ്റെ കൂടെ ഇട്ടത്. പിന്നെ സ്വരോവ്സ്കിൻ്റെ ഒരു ബ്രേസ്ലെറ്റും, ഒരു തിൻ ബ്രേസ്ലെറ്റ്. ഇത്രയാണ് ഫുൾ ലുക്കിൽ വരുന്നത്. പിന്നെ ഹെയർ ഞാൻ ബാക്കിൽ ജസ്റ്റ് ബ്രെയ്ഡ് ചെയ്തിരിക്കാം. അപ്പോൾ ഇങ്ങനെയായിരുന്നു എൻ്റെ ഹൽദി ലുക്ക്. ഇനി നമുക്ക് സെക്കൻഡ് ലുക്കിലേക്ക് പോവാം. അപ്പോൾ ഇനി സെക്കൻഡ് ലുക്കിലേക്ക് വരുമ്പോൾ, സെക്കൻഡ് ലുക്ക് ഞാൻ റിസപ്ഷൻ ലുക്കാണ് കാണിക്കുന്നത്. ഇതിന് ഞാനൊരു സാരിയാണ് ഇട്ടത്, ഒരു ഡീപ്പ് ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന നെറ്റിൻ്റെ സാരിയാണ് ഇത്. ഇത് ഷീൻ ഡിസൈൻസ് എന്ന് പറഞ്ഞ പേജിൽ നിന്നാണ്. ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഇതിൻ്റെ കളറും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇതിൻ്റെ ബ്ലൗസിലും സാരിയിലും ഇങ്ങനെ കട്ട് ബീഡ്സ് ആയിട്ട് ഫുള്ള് വർക്ക് വരുന്നുണ്ട്. വേർട്ടിക്കലായിട്ടാണ് സാരിയിൽ ഫുള്ള് വരുന്നത്. ഭയങ്കര രസമാണ് ഇത് കാണാനായിട്ട്. ഈ കളറും ഭയങ്കര ഭംഗിയാണ്. ഒരു ഡീപ്പ് കോഫി ബ്രൗൺ പോലത്തെ ഒരു ഷെയ്ഡാണ്. ബ്ലൗസിലാണെങ്കിലും ഒരു സ്ക്വയർ നെക്കാണ് വരുന്നത്, കുറച്ച് വൈഡായിട്ട്. അതുകൊണ്ട് ഞാനൊരു ചോക്കർ മാത്രമാണ് ഇതിൻ്റെ കൂടെ ഇട്ടത്. എനിക്ക് ഇത്തവണ സാരിയൊക്കെ അത്യാവശ്യം വർക്ക് ഉണ്ടല്ലോ, അപ്പം ജ്വല്ലറി കുറച്ച് മിനിമലായിട്ട് വെക്കണം എന്നായിരുന്നു എല്ലാ ഔട്ട്ഫിറ്റിൻ്റെയും കൂടെ. അപ്പം ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിന് ഞാൻ പെയർ ചെയ്തിരിക്കുന്ന ചോക്കറും പ്യോർ എല്യോർ എന്ന് തന്നെയാണ്. ഈ ചോക്കറാണെങ്കിലും ഒരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ഒരു ചോക്കറാണ്. എക്സാക്ട് സെയിം ഷെയ്ഡൊന്നുമല്ല, കുറച്ച് ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഇത് അത്യാവശ്യം മാച്ച് ആവുന്നുണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ. ഈ സാരി ഫുള്ള് നെറ്റിൻ്റെ ആണ്. ചില സമയത്ത് ഈ നെറ്റിൻ്റെ സാരിയും ഓർഗൻസ സാരിയൊക്കെ ഇടുമ്പോൾ നമുക്ക് കുറച്ച് അത് ഒതുങ്ങി നിൽക്കാത്ത പോലെ, 1 ലെയറൊക്കെ ഇടുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് പൊങ്ങി നിൽക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. നല്ല ഫാബ്രിക്കായിരുന്നു, നല്ല ഒഴുകി കിടക്കുന്ന പോലത്തെ ഒരു നെറ്റിൻ്റെ ഫാബ്രിക്കായിരുന്നു ഇത്. നല്ല ഒതുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് വെരി കംഫർട്ടബിൾ ടു വെയർ ഓൾസോ. അപ്പാർട്ട് ഫ്രം ചോക്കർ ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ എപ്പോഴും ഇടുന്ന ഒരു നോർമൽ സ്റ്റഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫുട് വെയറിലേക്ക് വരികയാണെങ്കിൽ ഞാനൊരു പ്ലെയിൻ ട്രാൻസ്പെറൻറ്റ് ഒരു ഹീൽസാണ് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്തത്. പിന്നെ ഈ ലുക്കിൽ എൻ്റെ മേക്കപ്പ് ആൻഡ് ഹെയർ ചെയ്തത് മറിയ ആൻഡ് ജോൺ ആണ്. എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്ക് ചിലപ്പം അറിയായിരിക്കും, ഞാൻ കുറേ ഷൂട്ട്സിൽ ഇവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇവരുടെ വർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവരുടെ പേജിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. തേർഡ് ലുക്ക് വെഡ്ഡിങ് ലുക്കാണ്. അപ്പോൾ വെഡ്ഡിങ് ലുക്കിന് ഞാൻ ഇട്ടത് ഇതേപോലൊരു ബോട്ടിൽ ഗ്രീൻ ബ്ലൗസും സ്കേർട്ടുമാണ്. രണ്ടും സെയിം ഫാബ്രിക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര നല്ല കളറാണിത്. എനിക്ക് ഇഷ്ടമുള്ളൊരു കളറാണ് ഈ ഒരു ബോട്ടിൽ ഗ്രീൻ കളർ. ഇതിൽ ഫുള്ളിങ്ങനെ വേർട്ടിക്കൽ സ്ട്രൈപ്സ് വരുന്നുണ്ട്. ചെറിയ ഒരു ഗ്ലിറ്ററി ഇഫക്റ്റ്, ഒരു ഷിമ്മർ പോലെ ഇവിടെ ഉണ്ട്. ഈ സ്ട്രൈപ്സിൻ്റെ ഇടയിൽ കൂടെ വരുന്ന ഈ ഷിമ്മർ കുറച്ചും കൂടെ ഒരു ഭംഗി ആഡ് ചെയ്യുന്നുണ്ട് ഔട്ട്ഫിറ്റിന്. ഈ ഔട്ട്ഫിറ്റും ഞാൻ തയ്യൽപുരയിൽ നിന്ന് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തത്. ഈ ഔട്ട്ഫിറ്റിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ഈ ബ്ലൗസിൻ്റെ ബാക്ക് സൈഡാണ്. ഈ ബാക്ക് സൈഡ് ഓപ്പൺ ആയിട്ടാണ് വരുന്നത്. കുറേ കെട്ടാണ് ഇതിലുള്ളത്. ആൻഡ് കെട്ടിൻ്റെ അറ്റത്തൊക്കെ ഇങ്ങനെ കുറേ ഹാങ്ങിങ്സ് വരുന്നുണ്ട്. സ്കേർട്ടിൻ്റെ അവിടെയും ഇങ്ങനത്തെ ഹാങ്ങിങ്സ് ഉണ്ട്. അപ്പോൾ ഈ ഹാങ്ങിങ്സും എല്ലാം കൂടി ഈ ഔട്ട്ഫിറ്റിന് ഭയങ്കര ഒരു ഭംഗി കൂട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഈ ചുടി സ്ലീവ് കുറച്ച് പെർഫെക്റ്റ് ഫിറ്റിങ്ങിൽ നിൽക്കാൻ നമ്മൾ ഇതേപോലെ ഇങ്ങനെ പ്രസ് ബട്ടണൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്.
പിന്നെ സ്കേർട്ടിൽ പാനൽ സ്കേർട്ടാട്ടോ, ഇത് അംബ്രല്ല സ്കേർട്ടല്ല, ഫുൾ പാനൽ ചെയ്തിട്ടാണ് സ്കേർട്ട് വരുന്നത്. ബ്ലൗസ് നെക്ക് കയറിയിട്ടുള്ള നെക്കാണല്ലോ, അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഒരു ചോക്കർ ആൻഡ് സ്റ്റഡ് പോലെ ചെയ്യാം എന്ന്. അങ്ങനെ ഞാൻ 2 ജ്വല്ലറി ഓപ്ഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നില്ലെങ്കിൽ ആ പുൾക്കി സ്റ്റഡ് മാത്രമായിട്ട്, അല്ലെങ്കിൽ ഇയറിംഗ് മാത്രമായിട്ട് പോകാം, അല്ലെങ്കിൽ ഒരു ചോക്കറും സ്റ്റഡും. അപ്പോൾ ലാസ്റ്റ് ചോക്കർ വെച്ച് നോക്കിയിട്ട് എന്തോ ഒരു ആ ഡ്രസ്സിൻ്റെ കൂടെ എന്തോ ഒരു മിസ്മാച്ച് തോന്നി. കുറച്ചും കൂടെ പുൾക്കിയാണ് ആ എൻറ്റയർ ലുക്ക്, ആ ഹെയറിനും ഒക്കെ കൂടെ സൂട്ടാവുന്നത് പോലെ തോന്നി. അപ്പം പുൾക്കി സ്റ്റഡ് മാത്രമാണ് ഞാൻ ലാസ്റ്റ് ഇട്ടത്. പക്ഷേ ഐ ജസ്റ്റ് വോണ്ടഡ് ടു ഷോ യു ദ ചോക്കർ, കാരണം ആ ചോക്കർ ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടെടുത്തതാണ്. ഇതും പ്യോർ അലിയോറിന് തന്നെയാണ്. പക്ഷേ ഐ കുഡൻ വെയർ ഇറ്റ്, കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ഹോൾ ലുക്കിന് പോവാത്ത പോലെ തോന്നി. ഇങ്ങനൊരു ഗ്രീൻ ചോക്കറാണ് ഞാൻ എടുത്തിരുന്നത്. ഭയങ്കര രസമാണ് കാണാൻ. ഇതിൻ്റെ സെയിം ഇയറിങ്ങും വരുന്നുണ്ട്, ഇങ്ങനെ ഇയറിംഗ് ഉണ്ട്. അപ്പം ഇതും ഈ പോൾക്കി സ്റ്റഡും ആയിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഓപ്ഷൻസ്. അപ്പോൾ ഈ 2 ഓപ്ഷൻ കൂടെ കുറച്ച് കൺഫ്യൂസ്ഡ് ആയി. പക്ഷേ ലാസ്റ്റ് പുൾക്കി സ്റ്റഡ് മാത്രമായിട്ട് പോകാമെന്ന് വിചാരിച്ചു, കുറച്ചും കൂടെ സിമ്പിൾ ആക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ കൂടെ അതല്ലാണ്ട് വേറെ ആക്സസറീസ് ഒന്നുമില്ല. ഫുട്വെയർ ആണെങ്കിൽ ഞാനൊരു സ്റ്റിലറ്റോ ആണ് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്തിട്ടുള്ളത്. വേറെ ആക്സസറീസ് ഒന്നും ഇല്ലാണ്ടാണ് ഈ ഹോൾ ലുക്ക് വന്നത്. പിന്നെ ഇതിൻ്റെ ഹെയർ ആണെങ്കിൽ മരിയ ആൻഡ് ജോൺ തന്നെയാണ് ചെയ്തത്. നമ്മൾ ട്വിസ്റ്റ് ചെയ്തിട്ട് ലൂസ് സോഫ്റ്റ് കേൾസ് അടിയിൽ കൊടുത്തിട്ട് മേലെ കുറച്ച് ഹെയർ എടുത്ത് ട്വിസ്റ്റ് ചെയ്ത് ബാക്കിൽ ക്ലിപ്പ് ചെയ്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 3rd ലുക്ക് ഇങ്ങനെയായിരുന്നു. എനിക്ക് ടോട്ടലി ആ ലുക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇത് 3ആണ് ഈ ഒരു വെഡ്ഡിങ് സീസണിൽ ഞാനിട്ട 3 ഡിഫറെൻറ്റ് ഔട്ട്ഫിറ്റ്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൽ 3ലും നിങ്ങളുടെ ഫേവറേറ്റ് ഏതായിരുന്നു, ഏത് ലുക്കായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.